ഡൊമിനിയോ ദീപക്സ്. ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ KFC-യിലൊക്കെ പോയി കഴിക്കുന്ന പോപ്കോൺ ചിക്കൻ, ചെറിയ പീസസ് ആയിട്ടുള്ള. ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? ഇപ്പം നമ്മൾ 1/2 കിലോ ചിക്കൻ ആണ് എടുത്തേക്കുന്നത്. ഇതുപോലത്തെ ചെറിയ സ്ക്വയർ പീസസ് കട്ട് ചെയ്യാൻ നോക്കണം. മാക്സിമം ചെറിയ കഷ്ണങ്ങളായിരിക്കണം. ഇതിനകത്തോട്ട് നമുക്ക് ഓരോന്ന് ആഡ് ചെയ്യാം. മുളക് പൊടി, ഇതിൻ്റെ ക്വാണ്ടിറ്റി എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അല്ല, വെളുത്തുള്ളി പേസ്റ്റ്, സോയാ സോസ്, റെഡ് ചില്ലി സോസ്, വിനീഗർ, കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് നോക്കിയിട്ടാൽ മതി, കൂടി പോകരുത്. പാല്, ഇത് ഇത്രയും കൂടെ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ എല്ലാം നല്ലോണം മിക്സ് ആയി കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിനെ ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് അടച്ചിട്ട് ഒരു 4 മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. അടുത്ത ഇനി നമുക്ക് ചിക്കൻ കോട്ടിങ് ചെയ്യാനുള്ള പൊടികൾ എടുക്കാവേ. അപ്പം ആദ്യം മൈദ മാവ്, കോൺഫ്ലവർ, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗാർലിക് പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, എല്ലാം കൂടി ഇട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പൊടിയെല്ലാം നല്ലോണം മിക്സായി കഴിഞ്ഞ് ഈ സമയത്ത് ഉപ്പ് ഒന്ന് നോക്കിക്കോണം. എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് മാറ്റി വെച്ചേക്കാം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുത്തു കഴിഞ്ഞ് ഇതിനകത്തോട്ട് നമുക്ക് ഒരു മുട്ടയും കൂടെ ചേർക്കാനുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. അപ്പോൾ മുട്ടയൊക്കെ ഇട്ട് നല്ലോണം മിക്സായി കഴിഞ്ഞ് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുനിന്ന് ഓരോ പീസ് എടുത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. 2-3 എണ്ണം ഒരുമിച്ച് അങ്ങ് ചെയ്താൽ മതി. ഇങ്ങനെ കോട്ട് ചെയ്തതിന് നമുക്കൊരു തണുത്ത വെള്ളത്തിലോട്ട് ഒന്ന് ഇട്ട് വയ്ക്കാം കുറച്ച് നേരത്തേക്ക്. വീണ്ടും നമുക്കതിനെ എടുത്ത് ഒന്നുകൂടെ ഒന്ന് കോട്ട് ചെയ്യാം. ഇതുപോലെ കോട്ട് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ ഒരു അരിപ്പയുടെ പുറത്തോട്ട് വെച്ചാൽ ആ എക്സ്ട്രാ മാവ് അങ്ങ് മാറിക്കോളും. ഇങ്ങനെ എല്ലാ പീസും നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ എല്ലാ പീസും നമ്മൾ കോട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഒലിവ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ആണ് ഉപയോഗിക്കുന്നത്. കുറച്ച് കൂടുതൽ എണ്ണ വേണം, മുങ്ങി കിടക്കണം. എണ്ണ നല്ലോണം തിളച്ച് കഴിഞ്ഞ് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്, ലോ ഫ്ലെയിം ആവരുത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെറ്റ് നല്ല ഫ്രൈ ആയി കഴിഞ്ഞ് നമുക്കതിനെ ഒന്ന് ഇതിൽ നിന്ന് എടുക്കാം. ഇനി ബാക്കി ഇരിക്കുന്നതും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ പോപ്കോൺ എല്ലാവരും കണ്ടല്ലോ. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും, വലിയ ജോലിയൊന്നുമില്ല. കുട്ടികൾക്കാണ് ഇത് ഒത്തിരി ഇഷ്ടപ്പെടുന്നത്. നമുക്കൊരു സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നല്ല വീഡിയോസുമായിട്ട് ഇനി ഉടൻ വരുന്നതായിരിക്കും. ബൈ.